ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു പരാതി കൂടെ വന്നിരിക്കുകയാണ്. അത് ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമപരമായി സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും സ്വീകരിക്കും, ഗവൺമെന്റ് സ്വീകരിക്കും. രണ്ടാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായെങ്കിലും കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ല. കോൺഗ്രസിന്റെ സമന്വയ നേതാക്കന്മാർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഇത്രയും കോളിളക്കം ഉണ്ടാക്കിയ പ്രശ്നമായിട്ട് പോലും കോൺഗ്രസിന്റെ നല്ലൊരു വിഭാഗം നേതാക്കന്മാർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഒളിവ് കേന്ദ്രങ്ങളിലും ഒളിവ് താമസമൊക്കെ തന്നെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം സംസ്ഥാന നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പോലീസ് ചെയ്യേണ്ട ജോലിയെല്ലാം പോലീസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു ദിവസം താമസിച്ചായിരുന്നാലും അത് നല്ല നിലയിൽ തന്നെ നിർവഹിക്കും. എവിടെയാണ് ഒളിപ്പിച്ച് വച്ചിരിക്കുന്നുള്ള വിവരം മുരളീധരൻ പറയട്ടെ. അല്ല, അതെല്ലാം ഞങ്ങൾ നടത്തേണ്ട ഏതെല്ലാം കാര്യത്തിൽ എങ്ങനെ നടത്തണമെന്ന് സംബന്ധിച്ചിടത്തോളമൊക്കെ ഞങ്ങൾ ആലോചിക്കും. അല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പോലുള്ളവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിക്കെതിരെ ഒരു സമരം നടത്തിയ ആ സമരത്തിന്റെ അർത്ഥവും അല്ലെങ്കിൽ സമരത്തിന്റെ ആവേശവും തന്നെ കളയാൻ വേണ്ടി ഞങ്ങൾ തയ്യാറല്ല. KPCCയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയട്ടെ, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ഉണ്ടല്ലോ, സോണിയാജിയും പ്രിയങ്കജിയും ഒക്കെ ഉണ്ടല്ലോ, അവർ ഒരു പ്രതികരണം നടത്തിയില്ലല്ലോ, അവർ പ്രതികരിക്കട്ടെ.